വെസ്റ്റ് ഹാം സ്റ്റേഷനിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയിലാണ്. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ വലിയ തിരക്കില്ല. ഇത് നാം കാണാൻ പോകുന്നത് ലോകപ്രശസ്തമായ ലണ്ടൻ ഐ ആണ്. ഇതിൻ്റെ മുമ്പിൽ കാണുന്നത് റിവർ തേംസ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഇതിൻ്റെ ഉയരം 443 അടിയാണ്. 2000-ലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇതിൽ കയറിയാൽ ലണ്ടൻ നഗരം മൊത്തമായി കാണാൻ സാധിക്കും. ഇതാണ് വെസ്റ്റ്മിനിസ്റ്റർ അബി ഇൻ ലണ്ടൻ. ഇതിൻ്റെ മുമ്പിൽ കാണുന്ന ഫ്ലാഗ്സ് നാഷണൽ സെലിബ്രേഷന്റെ ഭാഗമാണ്. ഇതാണ് ലോക പ്രശസ്ത ഗ്രേറ്റ് ബെൽ. ഇതിൻ്റെ നിക്നെയിമാണ് ബിഗ് ബെൻ. ഒഫീഷ്യലി ഇതിൻ്റെ പേര് എലിസബത്ത് ടവർ എന്നാകുന്നു. 13.5 ടൺ ഒരു ബെൽ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബിഗ് ബെൻ എന്ന് വിളിക്കുന്നത്. ഇത് വെസ്റ്റ് മിനിസ്റ്റർ ഏരിയ ആകുന്നു. ഇത് സെൻട്രൽ ലണ്ടന്റെ ഭാഗമാകുന്നു. ഈ കാണുന്നത് എലിസബത്ത് ഹൗസ് ആകുന്നു. ഈ കാണുന്നത് പ്രീമിയർ ഇൻ ലണ്ടൻ വാട്ടർലൂ വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ് ഹോട്ടലാണ്. വളരെ ഫേമസ് ആയ ഒരു ഹോട്ടലാണ് ലണ്ടനിലെ. ഇതും മറ്റൊരു വലിയ ഹോട്ടലാണ്. ഇതിൻ്റെ പേര് പാർക്ക് പ്ലാസ വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ് ലണ്ടൻ ഹോട്ടൽ എന്നാണ്. വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലാണിത്. ഈ കാണുന്ന മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങിൻ്റെ പേര് പാർക്ക് പ്ലാസ കൺട്രി ഹോൾ ലണ്ടൻ എന്നാകുന്നു. മുമ്പിൽ കാണുന്നതാണ് ലോക പ്രശസ്തമായ സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ. എ ലാർജ് NHS ടീച്ചിങ് ഹോസ്പിറ്റലാണ് ഇത്. വെസ്റ്റ് മിനിസ്റ്ററിൽ സ്ഥിതി ചെയ്യുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേൽ 1860 ഇവിടെ നേഴ്സസിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻകാർ ഇവിടെ ബോംബിട്ട് നശിപ്പിച്ചതാണ്. ഈ കാണുന്നത് കൺട്രി ഹോൾ ലണ്ടൻ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഇവിടെ ഒരു സീ ലൈഫ് അക്വേറിയം പ്രവർത്തിക്കുന്നു. ഇവിടം എലിസബത്ത് ടവറിൻ്റെ മുൻവശമാണ്. ഇവിടെയാണ് മഹാത്മാഗാന്ധിയുടെയും വിൽസ്റ്റൺ ചർച്ചിലിൻ്റെയും സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്.